என்ன பிரச்சனைங்க விளவில்லையா? அப்படித்தானே? நான் உங்களுக்கு முன்னாடி தந்த தகுடு அங்கே இருக்கா? அதான் விளவுக்கு கடக்கல கடக்கல போடுங்க. அந்த தகுடு இல்லையா? எழுதி தந்த தகுடு இல்லையா? அந்த தகுடு விளக்கு கீழே போடுங்க போடுங்க. சாமி இனி ഒരു വട്ടി ഇങ്ങ വരുമ്പോ ഞാൻ ഉനക്ക് വേറെ എഴുതി തരാം. ഓക്കേ ശരി ശരി. നമസ്കാരം സ്വാമി. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. എവിടെന്നാ വരുന്നത്? വട്ടംകുളത്തുനിന്ന്. വട്ടംകുളം? ഇവിടെ എടപ്പാള് വട്ടംകുളം. ഞാൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇവിടെ വന്നിരുന്നു? വന്നിട്ടുണ്ടായിരുന്നു. അതെന്നായിരുന്നു? അത് 2 മാസം മുമ്പ്. എവിടെയോ കണ്ട നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. എന്തായിരുന്നു ഇപ്പൊ വന്നത്? സ്വാമി എനിക്കൊരു പ്രശ്നമുണ്ട് സ്വാമി. എന്താ പ്രശ്നം? പരിഹരിക്കാനാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. സ്വാമി എന്റെ ഭർത്താവ് മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞു? പിന്നെ അതിനുശേഷം കല്യാണം കഴിച്ചില്ല? ഇല്ല സ്വാമി, കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യാതിരുന്നത്? അത് എനിക്കങ്ങനെ ആരുമില്ല, കല്യാണം കഴിപ്പിച്ചു തരാനൊന്നും ആരുമില്ല സ്വാമി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ജീവിച്ചിട്ടുണ്ടായിരുന്നെ. അടുത്ത വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടും അല്ലാത്ത സമയങ്ങളിൽ കോറിയിൽ പണിക്ക് പോയിട്ടൊക്കെ. അച്ഛനും അമ്മയൊന്നുമില്ല? അച്ഛനും അമ്മയൊക്കെ എന്റെ ചെറുപ്പത്തിലേ മരിച്ചതാ. ഞാൻ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതാണേ. ആദ്യം ഒളിച്ചോടിയിട്ടുണ്ട്? എന്റെ കെട്ടിയവനുമായിട്ട്. സത്യം. അപ്പൊ അത് ചെറുപ്പത്തിന്റെ ആ ഒരു ഇതിലൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ടാവൂലേ? 15 ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു, രണ്ടുപേരും കൂടി ഒളിച്ചോടി. കുറച്ച് കഴിഞ്ഞപ്പോ ഭർത്താവ് മരിക്കുകയും ചെയ്തു. കുട്ടികളൊന്നും ആയിണ്ടായിരുന്നില്ല. കുട്ടികളൊന്നും ആയില്ല? ഇല്ല, 6 മാസം ആവുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ മരിച്ചു. 6 മാസം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു? അതെ, പുള്ളിക്കൊരു ആക്സിഡന്റ് ആയിരുന്നേ. അങ്ങനെ പുള്ളി മരിച്ചു. എനിക്കൊരു സമാധാനം ഇല്ലാത്ത ജീവിതമായിരുന്നു പിന്നീട് അങ്ങോട്ട് സ്വാമി. ഞാൻ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടു. എന്താ ചെയ്യാ? ഭഗവാനോട് പറയാ, പ്രാർത്ഥിക്കുക, അല്ലാതെ നമുക്കൊന്നും അതിലൊന്നും ചെയ്യാനില്ല. ഭഗവാനോട് ഞാൻ എന്നും പറയുന്നുണ്ട് സ്വാമി. എന്നും ഞാൻ ദൈവത്തിന്റെ അമ്പലത്തിൽ പോയിട്ട് സമർപ്പിക്കുന്നത് വേണ്ടതെല്ലാം സമർപ്പിക്കും, പ്രാർത്ഥിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ എനിക്കൊരു ഗതി ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇപ്പൊ കുഴപ്പമില്ല. സ്വാമിയുടെ അടുത്തേക്ക് 2 മാസം മുമ്പ് ഞാൻ വന്നില്ലേ ആദ്യമായിട്ട്, അവിടുന്ന് അങ്ങോട്ടേക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഒരു ജോലിയൊക്കെ ആയി, സമാധാനമായി. ചെയ്തു. ശിവന്റെ അമ്പലത്തിൽ ചെയ്യാണ്ടായിരുന്നു, അവിടെ ചെയ്തു. എല്ലാ പരിഹാര കർമ്മങ്ങളും ചെയ്തു. പക്ഷെ ഇപ്പൊ പ്രശ്നം അതെന്താന്ന് വെച്ചാലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു ജോലി കിട്ടിയെന്ന്. സ്വാമി അത് ആരെങ്കിലും ഉണ്ടാവുമോ? ഇവിടെ ആരുമില്ല, ഞാൻ തന്നെയുള്ളൂ. പറഞ്ഞോളൂ, അതിനിപ്പോ ഒരു കുഴപ്പമില്ല. ഡോക്ടറോടും വക്കീലിനോടും എഞ്ചിനീയറോടും ജ്യോതിഷിയോടും നുണ പറയുന്നത്. അല്ല, ആ കൂട്ടത്തിൽ എഞ്ചിനീയർ ഉണ്ടോ? ഉണ്ട്, എഞ്ചിനീയറോട് പറയുന്നു. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്താ വിഷയിച്ചാ നമുക്കത് പരിഹരിക്കാം. അല്ല, ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാ. ആരും അറിഞ്ഞില്ലാത്തൊരു വിഷയല്ലേ അത്. ഇപ്പൊ ആദ്യമായിട്ട് എന്നോട് പറയണോണ്ട് എന്താ കുഴപ്പം? സ്വാമി ഇതിപ്പോ ആരോടെങ്കിലും പറയൂ? ഞാൻ ആരോട് പറയാൻ? എന്തങ്ങനെയൊക്കെ പറഞ്ഞോളൂ, കാര്യം പറയൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചതെന്നൊക്കെ. ഇപ്പൊ ജോലി കിട്ടിയെന്നും പറഞ്ഞല്ലോ. അപ്പോ ജോലി കിട്ടിയിട്ട് സ്കൂളിൽ കഞ്ഞി വെക്കണ ജോലിയാണേ. ഒരുവിധം കഷ്ടപ്പാടില്ലാണ്ട് അങ്ങനെ ജീവിച്ചു പോവായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ചയെ അവിടെ ബിരിയാണി വെക്കണം എന്ന് പറഞ്ഞു. സ്കൂളില് ചിക്കൻ ബിരിയാണിയാണോ അതോ വെജിറ്റബിൾ ബിരിയാണി? അതില് വലിയ കാര്യമൊന്നുമില്ല. അല്ല, ചിക്കൻ പീസ് ഉണ്ടായിരുന്നു പൊരിച്ചിട്ടേ. അതൊക്കെ കേമായിരുന്നു. ഒരു ഗ്ലാസ് പായസം കൊടുത്തു. ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അവരെന്നോട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോ ഞാൻ അങ്ങനെ ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഒറ്റക്കൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞു. ക്ലാസ്സിലെ കുട്ടികൾ കയറുകയും ചെയ്തു കൊടുത്തതിന് ശേഷം. അപ്പൊ എനിക്ക് എന്തോ ഒരു തലയിൽ മിന്നിച്ചല്. തലയിൽ മിന്നിക്കാന്നൊക്കെ പറയില്ലേ, തല ഇറ്റങ്ങോട്ട് വീണു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ കൂടിയിട്ട് അന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയതേ. ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോ ഞാൻ ഗർഭിണിയാന്നാ പറഞ്ഞേ. അല്ല, ഇപ്പൊ ഭർത്താവ് മരിച്ചിട്ട് 12 കൊല്ലായി എന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെ എങ്ങനെ ഗർഭം ഉണ്ടായി? അതാപ്പൊ ഞാനും ആലോചിക്കുന്നത്. അല്ല, ഭർത്താവില്ലാണ്ട് ഗർഭം ഉണ്ടാവാം, പക്ഷേ അല്ല, അതില് ഒരു ഉത്തരവാദി വേണല്ലോ. എനിക്കറിയില്ല സ്വാമി, ഞാൻ അങ്ങനെ ആരായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമുള്ള ആളല്ല.
ഇതിപ്പോ എങ്ങനെയാണ് നിക്കും മനസ്സിലാവണില്ല. അങ്ങനെ ഒരു ബന്ധമില്ലാണ്ടിരിക്കാൻ ഇതിപ്പോ ദിവ്യഗർഭമൊന്നുമല്ലല്ലോ. അതായിരിക്കും എന്നൊക്കെ തോന്നുന്നത്. ഏത് ദിവ്യഗർഭം. അല്ലാണ്ട് എനിക്കൊരാളായിട്ട് ബന്ധം വേണ്ടേ സ്വാമി? എന്തായി പറയണത്? പണ്ട് വായു ഭഗവാൻ അഞ്ജനയുടെ ഗർഭത്തില് ഹനുമാനെ നിക്ഷേപിച്ചതുപോലെ ദിവ്യഗർഭം ഉണ്ടായിരുന്നു. എന്താ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുക കുട്ടിയെ? അല്ല, ഇതിപ്പോ എത്ര മാസമായി എന്നാ പറഞ്ഞത്? 1 മാസം. 1 മാസം. ഇവിടെ പൂജ നടത്തിയത് എന്നാണ് പറഞ്ഞത്? എത്ര മാസം മുമ്പേ? അത് 2 മാസം മുന്നേ. 2 മാസം മുന്നേ. കൂടെ ആരെയാ വന്നിട്ടുണ്ടായിരുന്നത് പൂജക്ക് ഇവിടെ വരുമ്പോ? ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സ്വാമിക്ക് ഓർമ്മയില്ലേ, ഞാൻ ബോധം കെട്ട് വീണല്ലോ ലാസ്റ്റ്. ഇവിടെ ബോധം കെട്ട് വീണോ? 1 മണിക്കൂർ വീണോ? 1 മണിക്കൂറാണോ 2 മണിക്കൂറെന്ന് എനിക്കറിയില്ല. സ്വാമി അല്ലേ എന്റെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് എന്നെ എണീപ്പിച്ചു വിട്ടത്. സ്വാമിക്ക് ഓർമ്മയില്ലേ? ഓർമ്മണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, കബഡി ഒന്ന് വാരി വെച്ച് നോക്കാം, രാശി ഒന്ന് നോക്കട്ടെ. ഷൺമുഖ ഞായർ കേതു കിങ്കരണീയം ജനനീയം പൂജ്യതേ എന്നാണ് പറയാ. ഉദരനിമിത്തം ബഹുകൃത വേഷം. അതായത് കുട്ടിക്ക് കല്യാണത്തിന് ശശിമംഗല യോഗം ഉണ്ടായിരുന്നല്ലോ, രാജയോഗം കാണുന്നുണ്ട്. ഇപ്പൊ 6 മാസം കഴിഞ്ഞപ്പോ അയാൾ മരിച്ചു പോയില്ലേ, പിന്നെ എന്തിനാ? അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്നാ. പിന്നെ ഇപ്പോ ഉദരനിമിത്തം ഞാൻ അതാ പറഞ്ഞതേ, നേരത്തെ പറഞ്ഞത് ബഹുകൃത വേഷം. മനസ്സിലായില്ല? ഉദരത്തിലാണല്ലോ ഗർഭം പേർന്നത്. അത് ഇനി ബഹുകൃത വേഷത്തിൽ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ആരായി തീരും എന്നുള്ളത് എനിക്ക് യാതൊരു നിശ്ചയമില്ല. എന്തായാലും പ്രസവിക്കാതെ തരില്ലേ. അയ്യോ അങ്ങനെ പറയരുത് സ്വാമി, എന്റെ ജോലി പോവും. എല്ലാരും കളിയാ ഇതെങ്ങനെങ്കിലും കലക്കാനുള്ള വല്ലതും. അല്ല, അതിന് ഇവിടെ വന്നിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിൽ പോവുക, അത് കലക്കി കളയുക. അങ്ങനെയാണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ പ്രസവിക്കുക, അങ്ങനെ ഒരു കുട്ടീനെ പ്രസവിച്ച് വളർത്തുക. അപ്പൊ ഒരു തുണയായി. അതല്ല ഇനിയിപ്പോ കല്യാണം കഴിക്കാനൊന്നും പ്ലാൻ ഇല്ല ആണെങ്കിൽ ഇത് ഒഴിവാക്കി അങ്ങനെയും ജീവിക്കാം. അതല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ജീവിക്കാം. ഇപ്പൊ 1 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ആരെയെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അവന്റെ പറ്റേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യാം. എന്റെ പൊന്നു സ്വാമി, നിങ്ങളെ ഈ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ മാർഗമൊക്കെ ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാ? പേടിക്കണ്ട 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 പേടിക്കണ്ട. ഇതപ്പോഴേ കഴിഞ്ഞ തവണ കൂടെ വന്നിട്ട് ബോധം കിട്ടപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായതില്ലേ? എന്തായിരുന്നു? അല്ല, പൂജ നടത്തിയില്ലേ, അത് സക്സസ് ആയി. ഇവിടുത്തെ കാര്യം സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഇതിന്റെ സംഭവം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ 1-2 പരിഹാര ക്രിയകൾ പറഞ്ഞുതരാം. നെറുകും തലയിൽ നിന്ന് ഒരു മുടിനാര് പിഴുതെടുക്കുക, അതിൽ 3 കെട്ടിടുക. 3 കെട്ടിട്ടിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുറ്റത്ത്, വീടിന്റെ ഒതുക്കുകല്ലില്ലേ, അവിടെ തലയിൽ 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് കുഴിച്ചിടുക. അങ്ങനെ വരുമ്പോ ഒരാഴ്ചക്കുള്ളിൽ ഇത് ഒഴിവായി പോവാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് ഇത് പോയിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ നോക്കിക്കോളൂ. ബേജാറാവരുത്, കരയരുത് കരയരുത് കരയരുത്. ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരിക, ഞാൻ വേറൊരു പൂജ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, ചെയ്തു തരാം. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ നടക്കും. പൂജക്കൊക്കെ പോണതല്ലേ. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ കേട്ടോ. പിന്നെ നാടകാന്തം കവിത്വം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ല അല്ലെ? നമ്മൾ ജീവിതം ഒരു നാടകമാണല്ലോ. നാടകം ജീവിതത്തിൽ ഇങ്ങനെ കളിച്ച് 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 നമ്മൾ അവസാനം കവി ആയി മാറും. അപ്പോഴാണ് കവിത്വം കിട്ടുക. ചില സമയത്ത് അത് കവിത്വം ആയി മാറും. നാടക ജീവിതം ആടി 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 മനുഷ്യൻ കവിയാകും.
കബി എന്ന് പറഞ്ഞ കുരങ്ങൻ. കുട്ടി ഇപ്പൊ ഏറെക്കുറെ ഒരു കുരങ്ങന്റെ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് മാനസികമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള ഒരു ഇതിൽ എത്തിയിട്ടുണ്ട്. അതിനെ ഇനി നമുക്ക് തിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് വീണ്ടും ശരിയാക്കി എടുക്കാം. ജോലിയൊക്കെ ഇവിടെ തന്നെ റെഡിയാക്കി തരാം, ധൈര്യമായിട്ട് പൊക്കോളൂ. അപ്പൊ ഞാൻ മുടിനാരിയുടെ ആ മുടിനാരേഴായി കീറിയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാ ശരി പൊക്കോളൂ പൊക്കോളൂ, ധൈര്യമായിട്ട് ഇടയ്ക്കൊക്കെ വന്നോളൂ കേട്ടോ. കാശില്ല. കാശൊന്നും വേണ്ട, ആരൊക്കെ കാശൊക്കെ ചോദിച്ചത്. ശരി. നമ്പുരാനെ, അന്നാ പൂജ നടത്തിയതേ, ഇതിനിപ്പൊ ഞാനാണോ കൈക്കമ്മളാണോ ആരാ ഒപ്പിച്ചത്? എനിക്കാണെങ്കിൽ മുഖം അങ്ങോട്ട് ഓർമ്മ വരണമില്ല. എന്റെ ആവില്ല. ആണെങ്കിലായിക്കോട്ടെ. ഇനിയിപ്പോ ആരാ വരാനുള്ളത്?